ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ ഡ്രീം ബാലൻസ്, അതായത് ഈ ഡ്രീം കോയിൻ്റെ ബാലൻസും ഈ ഡ്രീം കോയിൻസ് ഒക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഡ്രീമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവാർഡ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഡ്രീം കോയിൻസ് ബാലൻസ് ഒക്കെ കാണാൻ പറ്റും. ചിലവർക്ക് 10,000-ങ്ങളായിരിക്കാം, ചിലവർക്ക് 1000-ങ്ങളായിരിക്കാം. അത് ഡിപ്പെൻഡ്സ് ആണ്, അവർ കളിക്കുന്ന അനുസരിച്ചിട്ട് ആണ് അവർക്ക് പോയിന്റ്സ് ഉണ്ടാവുക. ഐ തിങ്ക് 10 രൂപ സ്പെൻഡ് ചെയ്താൽ ഒരു കോയിനോ അങ്ങനെ എങ്ങാണ്ടോ കിട്ടുക. അതായത് ഓരോ ലെവലിനും ഇപ്പോൾ എൻ്റെ പ്രോ ലെവലാണ്, ഇതിനപ്പുറം മറ്റേ കുറേ ലെവൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ എന്താ ചാമ്പ്യൻ, തേങ്ങ, മാങ്ങ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഓരോ ലെവൽ അനുസരിച്ചിട്ട് ഇപ്പോൾ 8 രൂപയൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു ഡ്രീം കോയിൻ കിട്ടും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ 4153 ഡ്രീം കോയിൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഇപ്പം നമുക്കിവിടെ ഡിസ്കൗണ്ട്, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഡിസ്കൗണ്ട്, അതായത് ഇന്ത്യൻ T20 ലീഗ്സിനൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതായത് നമ്മളെ ഡ്രീം 11 ഇല്ലേ, അത് തന്നെയാണ് ആ ഒരു സെയിം സംഭവമാണ്. ഇപ്പോൾ 8000 ഡ്രീം കോയിൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാച്ചസ് 50% ഓഫറിൽ കയറാം. 50% ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഡ്രീം 11 കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ ഈ ഒരു മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുകൊണ്ടാണ് എനിക്കിവിടെ 50, അതായത് 25% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അത് ചിലത് 25 ആയിരിക്കും, ചിലത് 50% ആയിരിക്കും. 50% പറഞ്ഞാൽ സെലക്റ്റഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് GL എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 50-60 രൂപ വരെ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇതിന് മാത്രമേ 50% ഉണ്ടാവും. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി നമ്മൾ കൊടുക്കേണ്ട ഒരു പകുതി മീൻസ് ചില സമയത്ത് 50 രൂപ നമുക്ക് തരും. കൂടുതൽ 50 രൂപ തരാറ്. 50 രൂപ തന്നു കഴിഞ്ഞിട്ട് 50 രൂപ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് 49 രൂപയുടെ 2 പ്രാവശ്യം കയറാം. 24, അതായത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് 50 രൂപ യൂസ് ചെയ്യാൻ പറ്റില്ല. പകുതി പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് പകുതി പൈസ കൊടുക്കുക. അതായത് ഇപ്പോൾ 24 ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ ഒന്നുകൂടെ എനിക്ക് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ കോൺടസ്റ്റും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ചിലത് മാത്രം അവർ തരുന്ന ഈ സെലക്റ്റഡ് മാത്രമാണ്. 15 രൂപയുടെ 7 പകുതി, കൂടുതലും പകുതി വിലയാണ് അവർ തരാറുള്ളത്. അപ്പോൾ അത് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഞാൻ മേടിക്കണം എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ 2 മാച്ചസിന് നമുക്കിവിടെ മേടിക്കാം. അപ്പോൾ ഇന്ത്യൻ T20, അതായത് നമ്മുടെ IPL ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാച്ചസിന് പാസ്സായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് 4000 രൂപ കൊടുത്തിട്ട് തന്നെ മേടിക്കാം. ഇനിയിപ്പോൾ എന്തുവാ 4000 രൂപ ഉണ്ടല്ലോ. അപ്പോൾ ഇതാ 4000 രൂപ, 4000 കോയിൻസ്, രൂപയല്ല കോയിൻസേ. അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ വേറൊരു മാച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പം നോക്കിയോ, ഇതിൽ ചിലപ്പോഴേ കിട്ടത്തുള്ളൂ. ഇതിലുണ്ട് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൽ ഇപ്പോൾ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് ഈ സംഭവം 29 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു GL കയറാം. അതുപോലെ തന്നെ ഇപ്പോൾ നാളത്തെ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ലക്നോ, ഇതിൽ എനിക്ക് ആ GL കയറാൻ പറ്റുന്നത് കണ്ടില്ല. 40 രൂപ വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോൺടസ്റ്റ് വേണമെങ്കിലും അത്രയും എൻട്രി ഫീസ് കുറവായിട്ട് നിങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റും. ഏറ്റവും എൻട്രി ഫീസ് കുറവുള്ള 7 രൂപ, അത് കണ്ടില്ലേ. അങ്ങനെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് കളിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതിലെങ്കിലും കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈ ഫ്രാൻസ് T10 പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലത് പറ്റും, ചിലത് പറ്റില്ല. അതായത് ഇവന്മാരുടെ കണക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ മൈ റിവാർഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മാച്ച് പാസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആക്റ്റീവായിട്ടുള്ളത് 2 ടൂർ പാസ്സാണ് കേട്ടോ. ഇതാണ്ടല്ലേ നമ്മുടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ അതിൽ എനിക്ക് ഇവിടെ ഓഫർ ഉണ്ട്. ഒരു 50 രൂപ വരെ ഓഫർ ഉണ്ട്, കണ്ടില്ലേ. 25 രൂപ വരെ 50% ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഏതാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ന്യൂസിലാൻഡ് വേഴ്സസ് പാകിസ്ഥാൻ, അതിൽ ഓഫർ ഉണ്ട്. പിന്നെ ഈ റഫറലിൽ ചില സമയത്തൊക്കെ ഒരു 50 രൂപയുടെ ഇതൊക്കെ കിട്ടാറുണ്ട്. ഒരു റഫറൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റഫറൽ അയക്കാൻ ഏപ്രിൽ 29 വരെ ഒരു റഫറലിൻ്റെ ഒരു 50 രൂപ ലെഫ്റ്റ് കിടക്കുന്നുണ്ട്. 50% നമുക്ക് ഓഫർ കിട്ടും. അവർ ക്യാഷ് ആഡ് ചെയ്ത് കളിക്കുന്നതനുസരിച്ച് നമുക്ക് ഓഫർ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഡ്രീം കോയിൻസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ഉണ്ട്. ഡ്രീം 11 കളിക്കാൻ തന്നെയുള്ള ഒരു യൂസാണ്. ഇനി ഡ്രീം 11 കളിക്കുക അല്ലാതെ വേറെയും ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് 8000 രൂപയുടെ താഴെയുള്ള 8000 രൂപയ്ക്ക് നമുക്ക് ഈ 7000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ മഗ്ഗൊക്കെ കിട്ടും. 2 അല്ല 1 കേട്ടോ. കണ്ടില്ലേ, ഈ മഗ്ഗ്, ഈ ടീഷർട്ട്, അങ്ങനെ ഇവരുടെ ബാഗ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ നമ്മുടെ 14,000 ഡ്രീം കോയിൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ടീഷർട്ട്സ് ഒക്കെ മേടിക്കാം. നമ്മളെ ഫാൻ കോഡ് വഴി ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ. ഈ ഒരു ഡ്രീം കോയിൻസ് കൊണ്ട് നമുക്കുള്ള യൂസേജാണ് ഞാൻ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.